ഹായ് ഓൾ, വെൽക്കം ടു ഫാർമ PSC എക്സാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിസിനൽ കെമിസ്ട്രി 2 5th സെമിസ്റ്റർ ബി ഫാമിലെ മെഡിസിനൽ കെമിസ്ട്രി 2 എന്ന സബ്ജക്റ്റിലെ ആന്റി ഹിസ്റ്റാമിനിക് ഏജന്റ് യൂണിറ്റ് 1ലെ പോർഷനാണ്. സോ ആദ്യം എന്താണ് ഹിസ്റ്റമിൻ നോക്കാം. ഹിസ്റ്റമിന്റെ പ്രിക്കസർ ആണ് അമിനോ ആസിഡ് ആയ ഹിസ്റ്റഡിൻ എന്ന് പറയുന്നത്. ഹിസ്റ്റഡിൻ ഡീകാർബോക്സിലേഷൻ നടക്കുന്നു. കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യപ്പെടുകയാണ് ഇൻ പ്രസൻസ് ഓഫ് ഹിസ്റ്റഡിൻ ഡീകാർബോക്സിലേസ് എന്ന് പറഞ്ഞ എൻസൈം വെച്ചിട്ട്. അങ്ങനെ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഹിസ്റ്റമിൻ കിട്ടുന്നത്. ഇതാണ് നാച്ചുറൽ ആയിട്ടുള്ള ബയോസിന്തറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. അടുത്തത് എങ്ങനെയാണ് ഹിസ്റ്റമിൻ റിലീസ് ആവുന്നത്? മാസ്റ്റ് സെല്ലിൽ നിന്ന്. മാസ്റ്റ് സെല്ലിലാണ് ഹിസ്റ്റമിൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്കറിയാം. സോ ഒരു പിക്ചർ കാണിച്ചു തരാം. എങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും ബോഡിയിൽ എന്തെങ്കിലും അലർജി വരുമ്പോൾ, അതായത് നമുക്ക് എന്തെങ്കിലും ഡസ്റ്റ്, പോളൻ ഗ്രെയിൻസ്, ഇതൊക്കെ നമുക്ക് അലർജി ആയിട്ട് കയറാലോ. അപ്പൊ അതിൽ നമുക്ക് പറയാം ആന്റിജൻ ആയിട്ട് പറയാം. ഈ ആന്റിജൻ വന്നിട്ട് നമ്മുടെ ബോഡിയിലെ ആന്റിബോഡി ആയിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ആന്റിബോഡി റിലീസ് ചെയ്യുന്ന ആന്റിബോഡി എന്ന് പറയുന്നത് IgE ആന്റിബോഡി ആയിരിക്കും. സോ ഈ IgE ആന്റിബോഡിയിലേക്ക് ആന്റിജൻ വന്ന് ബൈൻഡ് ചെയ്യും. ഈ IgE ആന്റിബോഡി വന്ന് മാസ്റ്റ് സെല്ലിലുണ്ട്, സർഫസിലാണ് ഉള്ളത്. സോ ആ സമയത്ത് തൈറോസിൻ പ്രോട്ടീൻ കൈനേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. ഓക്കെ, എൻസൈം തൈറോസിൻ പ്രോട്ടീൻ കൈനേസ്. ഈ തൈറോസിൻ പ്രോട്ടീൻ കൈനേസ് വന്നിട്ട് ഫോസ്ഫോലിപ്പേസ് സി ഗാമേനെ ഫോസ്ഫോറൈലേഷൻ നടത്തുന്നു. ആ ഫോസ്ഫോറൈലേഷൻ നടത്തുന്നു എന്ന് പറയുന്ന സമയത്ത് PIP2, അതായത് ഫോസ്ഫറ്റഡൈൽ ഇനോസിറ്റോൾ ബൈഫോസ്ഫേറ്റ് വന്നിട്ട് ഹൈഡ്രോളൈസ് ചെയ്തിട്ട് ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ് ആയ IP3 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ സമയത്ത് സെല്ലിനകത്തുള്ള കാൽഷ്യം റിലീസ് ആവും. കാൽഷ്യം റിലീസ് ആവുന്നതോടുകൂടി ഡീഗ്രാനുലേഷൻ എന്ന സ്റ്റെപ്പ് നടക്കും. അതായത് മാസ് സെല്ലിലെ വെസിക്കിളിൽ എന്തുണ്ട്? ഹിസ്റ്റമിൻ ഉണ്ട്. ഈ ഹിസ്റ്റമിൻ ഈ മെംബ്രെയിനുമായിട്ട്, മാസൽ മെംബ്രെയിനുമായിട്ട് ഫ്യൂഷൻ നടക്കും. അങ്ങനെ ഫ്യൂഷൻ നടക്കുന്ന സമയത്ത് ഈ സ്റ്റോർ ചെയ്ത ഹിസ്റ്റമിൻ റിലീസ് ചെയ്യും. ഈ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്ന ഹിസ്റ്റമിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു ഹെപ്പാരിൻ ബൗണ്ട് ഫോമിലായിരിക്കും ഉണ്ടാവുക, വെസിക്കിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ ആ റിലീസ് ചെയ്ത ഹിസ്റ്റമിൻ പിന്നെ സോഡിയം അല്ലെങ്കിൽ കാൽഷ്യം വെച്ചിട്ട് ഒരു എക്സ്ചേഞ്ച് നടക്കും. എന്താ? പ്യുവർ ആയിട്ടുള്ള ഒരു ഹിസ്റ്റമിൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ഹിസ്റ്റമിന്റെ റിലീസിന്റെ മെക്കാനിസം. ഇനി നമുക്ക് നോക്കാം ഹിസ്റ്റമിൻ എവിടെയൊക്കെയാണ് റിസപ്റ്ററുകൾ ഉള്ളതും അതിന്റെ ഡിസ്ട്രിബ്യൂഷനും. മൊത്തം 4 തരത്തിലുള്ള ഹിസ്റ്റമിൻ റിസപ്റ്ററുകളാണുള്ളത്. H1, H2, H3, H4. H1 എന്ന് പറയുന്നത് അലർജിക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതാണ്. H2 എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ആസിഡിന്റെ സെക്രീഷനും, H3 എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിഷനെയും, H4 എന്ന ഇമ്മ്യൂണോ മോഡുലേഷനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഞാനൊരു ടാബുലർ കോളം വെച്ചിട്ടുണ്ട്. സോ അതില് ഓരോ ഹിസ്റ്റമിൻ റിസപ്റ്ററും അതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതും അതിന്റെ മേജർ ബയോളജിക്കൽ എഫക്റ്റും ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഹിസ്റ്റമിൻ റിസപ്റ്ററുകളെല്ലാം G പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് ആയിരിക്കും. സോ ആദ്യം നമുക്ക് H1 റിസപ്റ്റർ നോക്കാം. H1 റിസപ്റ്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സ്മൂത്ത് മസിൽ, എൻഡോത്തീലിയൽ സെൽസ് ആൻഡ് നെർവ് എൻഡിങ്സിലായിരിക്കും ഉണ്ടാവുക. മെയിൻ റെസ്പോൺസ്, നമ്മൾ ഓർക്കേണ്ട റെസ്പോൺസ് പറയുന്നത് അലർജിക് റെസ്പോൺസ് ആയിരിക്കും കേട്ടോ. എപ്പോഴും ഓർക്കുക, H1 എന്ന് പറയുമ്പോൾ അലർജിക് റെസ്പോൺസ് ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മൈൻഡിൽ വെക്കുക. ദെൻ വാസോ ഡയലേഷൻ നടക്കാം, കോൺട്രാക്ഷൻ ഓഫ് മോസ്റ്റ് സ്മൂത്ത് മസിൽ എക്സെപ്റ്റ് ബ്ലഡ് വെസൽസ്. H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത റിസപ്റ്റർ. H2 എന്താണ്? ഗ്യാസ്ട്രിക് പൈറേറ്റൽ സെൽസിലാണ് ഉള്ളത്. അപ്പോൾ ഗ്യാസ്ട്രിക് ആസിഡിന്റെ സ്റ്റിമുലേഷനെയാണ് എന്ത് H2 റിസപ്റ്റർ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കാർഡിയക് മസിൽ സെൽസിലും മാസ് സെൽസിലും ബ്രെയിനിലും ഒക്കെ H2 റിസപ്റ്റർ ഉണ്ട്. ഇനി H3 റിസപ്റ്റർ ഓക്കെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ് ഉണ്ടാവുന്നത്. സോ ന്യൂറോ ട്രാൻസ്മിറ്റേഷൻ മോഡുലേറ്റ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് H4. H4 എന്ന് പറയുന്നത് ഇൻഡസ്റ്റൈനൽ ടിഷ്യൂ, സ്പ്ലീൻ, തൈമസ് ആൻഡ് ഇമ്മ്യൂൺ ആക്റ്റീവ് സെൽസിലൊക്കെ ഉണ്ടാവും. അതായത് T സെൽസ്, ന്യൂട്രോഫിൽ, ഈസ്നോഫിൽസിലൊക്കെ ഈ റെസ്പോൺസ് കാണിക്കും. സോ നമുക്കറിയാം ഈ സെൽസിൽ ഉണ്ട് എങ്കിൽ എന്ത് റെസ്പോൺസ് ആയിരിക്കും? ഇമ്മ്യൂൺ റെസ്പോൺസിനെ റെഗുലേറ്റ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അടുത്തത് H1 ആന്റഗോണിസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഇത് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ H1 ആന്റഗോണിസ്റ്റ് വിത്ത് ക്ലാസിക്കൽ സ്ട്രക്ചർ, ഓരോന്നിനും പ്രത്യേക സ്ട്രക്ചറുകൾ ഉണ്ടാവും. അതിൽ ആദ്യത്തെയാണ് എത്തിലിൻ ഡൈയമിൻ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് എക്സാമ്പിൾസ്: ട്രൈപെലിനമിൻ, പൈറിലമിൻ, മെത്താപൈറിലിൻ, ടോൺസൈലമിൻ, സോളമിൻ. അപ്പൊ സ്റ്റുഡൻസ് നിങ്ങൾ കുറച്ച് 2 എണ്ണമെങ്കിലും പഠിച്ച് വെക്കുക കേട്ടോ. സിലബസിൽ ഉള്ളത് നിങ്ങൾ ടിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. ഇനി അടുത്തത് അമിനോ ആൽക്കൽ ഈത്തർ അനലോഗ്സിന് എക്സാമ്പിൾ ആണ്
ഡൈഫെൻഹൈഡ്രമിൻ, ബ്രോമോഡൈഫെൻഹൈഡ്രമിൻ, ഡോക്സൈലമിൻ, കാർബിനോക്സമിൻ, മെഡ്രൈലമിൻ, ക്ലെമാസ്റ്റിൻ, ഡൈഫിനൈൽ പൈറലിൻ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് സൈക്ലിക് ബേസിക് ചെയിൻ അനലോഗ്സ്. ഇതിലാണ് സൈക്ലസിൻ, ഫ്ലൂറോസൈക്ലസിൻ, മെക്ലസിൻ, ബ്യൂക്ലസിൻ വരുന്നത്. നെക്സ്റ്റ് ആണ് മോണോ അമിനോ പ്രൊപ്പൈൽ അനലോഗ്സ്. അപ്പൊ ഈ പേരിൽ തന്നെ ഉണ്ട്, സ്ട്രക്ചറിന്റെ ഈ മേലെ പറയുന്ന ഹെഡിങ്ങിൽ തന്നെ ഉണ്ട് മോണോ ഒരെണ്ണം അല്ലെ, മോണോ അമിനോ പ്രൊപ്പൈൽ അനലോഗ്. അപ്പൊ പ്രൊപ്പൈൽ ഗ്രൂപ്പ്സ് അവിടെ ഉണ്ടാവും. അപ്പൊ അതിൽ തന്നെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സാച്ചുറേറ്റഡ് അനലോഗ്സ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് അനലോഗ്സ് ഉണ്ട്. അപ്പൊ സാച്ചുറേറ്റഡ് അനലോഗ്സിന് എക്സാമ്പിൾ ആണ് ഫിനിറമിൻ, ക്ലോർഫിനിറമിൻ, ബ്രോമോഫിനിറമിൻ എന്ന് പറയുന്നത്. അൺസാച്ചുറേറ്റഡ് അനലോഗ്സിന് എക്സാമ്പിൾ ആണ് പൈറോബ്യൂട്ടമിനും ട്രൈപ്രോലിഡിനും. നെക്സ്റ്റ് ആണ് ട്രൈസൈക്ലിക് റിംഗ് സിസ്റ്റം ഓർ ഫിനോതൈസിൻ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ 3 സൈക്ലിക് സിസ്റ്റം ഉണ്ടാവും, അല്ലെങ്കിൽ ഫിനോതൈസിൻ ഡെറിവേറ്റീവ്സ് ആയിരിക്കും. എക്സാമ്പിൾ ആണ് പ്രോമെത്തസിൻ ഹൈഡ്രോക്ലോറൈഡ്, ട്രൈമെപ്രസിൻ, ദെൻ മെത്ത് ഡൈലസിൻ. അടുത്ത ക്ലാസ് ആണ് ഡൈബെൻസോ സൈക്ലോ ഹെപ്റ്റീൻസ് എന്ന് പറയുന്നത്. അതിലാണ് സൈപ്രോഹെപ്റ്റിഡിനും അസാറ്റാഡിനും വരുന്നത്. ഇനി മിസലേനിയസ് ഏജൻസിന് എക്സാമ്പിൾ ആണ് ആൻഡസോളിനും ഫിനിൻഡമിനും. ഇനി നെക്സ്റ്റ് ആണ് ന്യൂവർ ഏജൻസിൽ, അതിലാണ് കെറ്റോറ്റഫിനും ഡൈതയഡീൻ 7-ക്ലോറോ കെറ്റോറ്റഫിൻ വരുന്നത്. ഇനി അടുത്തതാണ് H1 ആന്റഗോണിസ്റ്റ് വിത്ത് നോൺ ക്ലാസിക്കൽ സ്ട്രക്ചർ. ആദ്യം പറഞ്ഞു H1 ആന്റഗോണിസ്റ്റ് വിത്ത് ക്ലാസിക്കൽ സ്ട്രക്ചർ, ഇതെന്ന് പറയുന്നത് H1 ആന്റഗോണിസ്റ്റ് വിത്ത് നോൺ ക്ലാസിക്കൽ സ്ട്രക്ചർ. അതിലാണ് അസലാസ്റ്റിൻ, ടാസിഫൈലിൻ, അസ്റ്റിമിസോൾ എന്ന ഡ്രഗുകൾ വരുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നോൺ സെഡേറ്റീവ് H1 ആന്റി ഹിസ്റ്റാമിൻസിൽ. അതിലാണ് പൈപ്പരസിൻ ഡെറിവേറ്റീവ്സ് ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് സിട്രസിൻ. സിട്രസിൻ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, അതുപോലെ കഴിച്ചിട്ടുണ്ടാവും അല്ലെ. സോ പൈപ്പരസിൻ ഡെറിവേറ്റീവിലാണ് സിട്രസിൻ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പിരിഡിൻ ആൻഡ് പൈപ്പെരിഡിൻ ഡെറിവേറ്റീവ്. അതിലാണ് ലൊറാറ്റാഡിൻ, ഫെക്സോഫെനഡിൻ, ടെർഫനാഡിൻ, അസ്റ്റിമിസോൾ, അക്രിവാസ്റ്റിൻ വരുന്നത്. ഇനി നാലാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഇൻഹിബിഷൻ ഓഫ് ഹിസ്റ്റമിൻ റിലീസ് എന്ന് പറയുന്നത്. അതാണ് മാസ്റ്റ് സെൽ സ്റ്റെബിലൈസർ. എക്സാമ്പിൾ ആണ് ക്രോമൈലിൻ സോഡിയം, നിഡോക്രോമിൽ സോഡിയം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഓരോ ഡ്രഗുകളും എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതുപോലെ തന്നെ അതിന്റെ മെക്കാനിസം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതും കൂടെ എക്സാമ്പിൾസ് ആയിട്ട് പറയും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്, എന്താണ് ഹിസ്റ്റമിൻ, എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത് എന്ന് പഠിച്ചു. അതുപോലെ ഹിസ്റ്റമിൻ എവിടുന്ന് ബയോസിന്തസിസ് നടത്തുന്ന ഹിസ്റ്റഡിൻ എന്നുള്ളതിൽ നിന്നാണ് പഠിച്ചു. ദെൻ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, 4 റിസപ്റ്റേഴ്സ് ഉണ്ട്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു. ദെൻ ക്ലാസിഫിക്കേഷൻ ആണ് പഠിച്ചത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ്.